ഇതാണ് എൻ്റെ ഗോഡുവിൻ്റെ റെയിന് ടീച്ചർ. ഞങ്ങൾ ആദ്യമായിട്ട് ഓട്ടിസം പാർക്കിൽ ചെല്ലുമ്പോഴേ ഗോഡു കുഞ്ഞു മോനല്ലേ, അന്ന് അവൻ്റെ കരച്ചിലും വാശിയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ ടീച്ചറെ അടുത്താണ് എൻ്റെ സങ്കടങ്ങൾ മുഴുവൻ പറയാറ്. അന്നുള്ള ആ ചിരിച്ച മുഖം ഇപ്പോഴും ഉണ്ട് ടീച്ചറെ കൂടെ. എന്ത് സങ്കടവും സന്തോഷമൊക്കെ പറയാൻ നല്ലൊരു കൂട്ടുകാരിയും കൂടിയാണ് കേട്ടോ ഗോഡുവിൻ്റെ റെയിന് ടീച്ചർ. ഞങ്ങൾ പുതുക്കാട് തെരേസ ടീച്ചറിൻ്റെ യാത്രയയപ്പിൻ്റെ ടീച്ചറെ വീട്ടിൽ കൊണ്ടാക്കണ പരിപാടിക്ക് റോഷൻ മാഷിൻ്റെ കാറിൽ പുതുക്കാട് പോയി BRCയിൽ. അത് കഴിഞ്ഞിട്ട് അവിടെ കേക്കൊക്കെ മുറിച്ചു. അതെൻ്റെ ഗോഡുവിനെ അവരുടെ ഒപ്പം ചേർത്ത് നിർത്തി, അവനെയാണ് അവിടെ പ്രാധാന്യത്തിൽ നിർത്തി. എനിക്ക് ഭയങ്കര സന്തോഷമായി. തെരേസ ടീച്ചറും അനൂപ മാഷും അവന് കേക്കൊക്കെ കൊടുത്ത്, പിന്നെ ഞങ്ങളുടെ BRCയിലെ എല്ലാ ടീച്ചർമാരും ഒരുമിച്ച് സന്തോഷമായിട്ട് ഞങ്ങൾ തെരേസ ടീച്ചറെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ വന്നത് ബസ്സിലാണ് കേട്ടോ. ഞാൻ സാധാരണഗതിയിൽ ഗോഡുവിനെ കൊണ്ടുപോകാറ്, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോകാറ് വല്ല ഓട്ടോയിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് പോവാറ്. പിന്നെ ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് ടീച്ചർ കൂടിയുള്ള സമയത്ത് ടീച്ചർ പറയും നമുക്ക് ബസ്സിൽ പോകാൻ ചേച്ചി, അവനങ്ങനെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക. ഒന്നാമത് യാത്രകൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. ആ യാത്രകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും എല്ലായിടത്തേക്കും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഓട്ടിസം എന്ന് പറഞ്ഞത് അതാണ്. സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് എപ്പോഴാണ് ദേഷ്യം വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും പണ്ടത്തെ പോലെയല്ല, നല്ല മിടുക്കനായിട്ട് എല്ലാ കാര്യത്തിനും സഹകരിച്ചൊക്കെ ആകുമ്പോൾ വരും. ആൾക്ക് കാഴ്ചകൾ കാണണം. ആൾ നല്ല ഹൈറ്റുള്ള കാരണം നിന്നപ്പോൾ നോക്കുമ്പോൾ കാണാനൊക്കെ ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവൻ 2 തവണയായിട്ടും 2 ബസ്സിൽ കയറിയ സീറ്റൊക്കെ കിട്ടിയ ആൾക്ക് ഇരുന്നു. തിരിച്ച് ഞങ്ങൾ ഓട്ടിസം പാർക്കിൽ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരണതാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും ആ പഴയ യാത്ര തന്നെ വീണ്ടും ആരംഭിക്കണം. തിരിച്ച് ഓട്ടിസം പാർക്കിലേക്ക് വരണം. എന്നും ഇങ്ങനെ തന്നെ ഇപ്പോൾ 16 വർഷമായിട്ട് അവൻ എൻ്റെ കൂടെ യാത്രയിലുണ്ട്. 11 വർഷം, 12ാമത്തെ വർഷം ഇപ്പോൾ സ്കൂളിൽ +2ൻ്റെ പ്രായമായി. എന്നാലും ഞങ്ങളുടെ ഓട്ടിസം പാർക്ക് വിട്ടിട്ടുള്ളൊരു പരിപാടി ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് സന്തോഷമുള്ള നിമിഷങ്ങളൊക്കെ കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ഓട്ടിസം പാർക്കിലാണ്. അപ്പോൾ അവിടേക്ക് പോകാൻ പരമാവധി ഒരു ദിവസം പോലും മുടക്കാതെ അവനെ ഞാൻ കൊണ്ടുപോകും. അത് വലിയൊരു പങ്കുണ്ട്. കാരണം ഈ കുട്ടികളെ പരമാവധി നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകണം, ആൾക്കാരെ ഇടപഴകുന്ന സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകണം. ശാലി ടീച്ചറെ കൂടെ അവൻ സ്കൂളിലേക്ക് കയറി. അവനൊരു പ്രത്യേക സ്ഥലമുണ്ട് ഓട്ടിസം പാർക്കിൽ ചെന്ന്. ആൾ ഹെൽമെറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ജനലേറെ അവിടെ വന്നിരിക്കും. അതാണ് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. അവിടെ വന്നിരിക്കുമ്പോൾ അവനിങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കാണാം, ബസ്സും കാറൊക്കെ പോണത് കാണാം. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. പിന്നെ അവൻ്റെ കൂട്ടുകാരൊക്കെ വരുമ്പോൾ പറയും അമ്പാടി വരണു, അമൃത് വരണു, എല്ലാവരുടെ പേരും പറയും. ഒരുവിധം എല്ലാവരുടെ പേരും ആൾ പഠിച്ചു. അവരുടെ വണ്ടികൾ വരുമ്പോൾ അതിൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ അവന് തിരിച്ചറിയാം. ചിലപ്പോൾ അവർ ആ വണ്ടിയിലാവില്ല വരിക, അവർ ചിലപ്പോൾ അന്ന് മുടക്കായിരിക്കും. അതൊന്നും ആൾക്ക് പ്രശ്നമില്ല. ആളാ വണ്ടികൾ കണ്ടാൽ പറയും, ആ കുട്ടിയുടെ പേര് പറയും. അതേമാതിരി തന്നെ അവരുടെ അമ്മമാരോ ചേച്ചിമാരോ ചേട്ടന്മാരോ ഒക്കെ ആയിരിക്കും വരിക. പക്ഷേ എന്നാലും ഏത് കുട്ടീനെയാണോ അവനറിയുക, അവരുടെ വീട്ടിലെ മുഴുവൻ അംഗങ്ങൾക്കും അവൻ്റെ പേരായിരിക്കും, ആ കുട്ടിയുടെ പേരായിരിക്കും അവൻ പറയുക. ഓട്ടിസം അവസ്ഥയിലുള്ളവർക്ക് മറ്റുള്ളവരോട് കൂടിച്ചേരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനത്തെ അവസരങ്ങൾ പരമാവധി നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. സ്കൂള് അതേമാതിരി പൊതുവായിട്ട് പോകാൻ പറ്റാവുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ അവരെ കൊണ്ടുപോകണം. പോകെ ഒക്കെ ശരിയാവും.